പാലക്കാട് വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീ വയ്ക്കാൻ ശ്രമം. വേറെ ഒന്നും കണ്ടില്ലേ. ബോട്ടിലിൽ പെട്രോൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. KM പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാനെത്തിയ 3 അംഗ സംഘം പമ്പിന് തീ വയ്ക്കാൻ ശ്രമിച്ചത്. ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പെട്രോൾ പമ്പിൽ പെട്രോൾ വാങ്ങാൻ വന്നിട്ട് പെട്രോൾ വാങ്ങിയതിനു ശേഷം ആ ക്യാനിലെടുത്ത പെട്രോള് നിലത്തൊഴിച്ച് ആ പെട്രോൾ പമ്പിന് തീ കൊളുത്താൻ ശ്രമം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വാണിയംകുളത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി ഇവരിത് ചെയ്തു എന്നുള്ളതാണ്. പെട്രോൾ ക്യാനിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് തോന്നുന്നു. വാണിയംകുളത്ത് എന്തായാലും വലിയ അപകടം ഒഴിവായി. നമുക്കിപ്പം ഇക്ബാലുണ്ട്. ഇക്ബാൽ, ഇവർക്കൊന്നും ഒരു ബോധമില്ലേ? ഒരു പെട്രോൾ പമ്പിന് തീ കൊളുത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അരുൺകുമാർ, വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വാണിയംകുളത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. വാണിയംകുളത്ത് തന്നെ പ്രവർത്തിക്കുന്ന KM എന്ന് പറയുന്ന അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി ഓട്ടോറിക്ഷയിൽ 3 അംഗ സംഘം എത്തുന്നത്. ആ പമ്പിലെത്തിയ ഉടൻ തന്നെ ബോട്ടിൽ വേണം പെട്രോൾ വാങ്ങിക്കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാർ അത്തരത്തിൽ ബോട്ടിലുകളൊന്നും പെട്രോൾ നൽകാൻ വേണ്ടി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ സംഘത്തെ അറിയിക്കുകയാണ്. പിന്നാലെ ഇവർ പ്രകോപിതരാവുകയും പമ്പിൽ മുഴുവൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയും ചെയ്തു. കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവർ വന്ന ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് നിന്ന് തന്നെ ഒരു ബോട്ടിൽ എടുക്കുകയും ആ ബോട്ടിലിൽ പിന്നീട് പെട്രോൾ വാങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നീടും ഈ ജീവനക്കാരെ അസഭ്യം പറയുകയും അവരുമായി തർക്കമുണ്ടാവുകയും ചെയ്യുന്നത്. ജീവനക്കാർ തിരിച്ച് മറുപടി നൽകിയതോടുകൂടിയാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രകോപനത്തിൽ ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആൾ ഈ വാങ്ങിയ പെട്രോൾ വാങ്ങിയത് ക്യാനിൽ നിന്നും പെട്രോൾ ഈ പമ്പിൽ തന്നെ ഒഴിച്ച് പിന്നീട് തീ കൊളുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളും അതുപോലെ തന്നെ ജീവനക്കാരും ചേർന്നാണ് ഈ ശ്രമം തടയുന്നത്. ഏതായാലും വലിയൊരു അപകടമാണ് മറ്റുള്ള ആളുകൾ ചേർന്ന് ഒഴിവാക്കിയതെന്ന് വേണം തന്നെ പറയാൻ. ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നടപടിയാണ് പെട്രോൾ പമ്പ് ഉടമ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഷൊർണൂർ DVSPക്ക് ഈ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ ഏതായാലും പെട്രോൾ പമ്പ് ഉടമ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത ആളുകളെ കണ്ടെത്തണം എന്നുള്ളതാണ് പെട്രോൾ പമ്പ് ഉടമയുടെ ആവശ്യം എന്ന് പറയുന്നത്. ഏതായാലും പോലീസ് ഈ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ, ഓക്കെ, നോക്കൂ, അയാൾ ആ പെട്രോൾ എടുത്ത് അവിടെ തറയിൽ ഒഴിച്ചത് തീ കൊളുത്താൻ ശ്രമിക്കുകയാണ്. അയാളുടെ ഓട്ടോയും കത്തിപ്പോവില്ലേ? ആ നാട് മുഴുവൻ കത്തിപ്പോവില്ലേ? ആ പെട്രോൾ പമ്പിനെങ്ങാനും തീ പിടിച്ചിരുന്നെങ്കിൽ. എന്തായാലും ഭാഗ്യത്തിന് തീപിടുത്തം ഉണ്ടായില്ല. പെട്രോൾ പമ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോക്കാരൻ ശ്രമിച്ചു. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ചുവന്ന ഉടുപ്പിട്ട് നിൽക്കുന്നയാളാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് തർക്കിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബോട്ടിലിൽ ഈ പെട്രോൾ വാങ്ങി അത് നിലത്തൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും അത് വല്ലാത്ത സംഭവമായി പോയി.